ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. ഇന്നൊരു കേക്ക് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക്. ഈ റെസിപ്പിയിൽ ഞാൻ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഓവൻ 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് നമുക്ക് കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ, 2 നുള്ളു ഉപ്പ് ഇവ ചേർത്ത് അരിച്ചെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അടുത്തതായി ഈ കേക്കിന് 3 മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത്. ഈ മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മുട്ടയുടെ വെള്ള ഒരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്റർ വെച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എടുക്കുന്ന ബൗളിലോ ബീറ്ററിന്റെ ബ്ലേഡിലോ വെള്ളത്തിന്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ഒരുമാതിരി നന്നായി പതഞ്ഞു വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് 1/3 കപ്പും 1 ടേബിൾ സ്പൂണും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ പഞ്ചസാര 3 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഹൈ സ്പീഡിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫ് ഫോമിൽ വരുത്തണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ സ്റ്റിഫ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മുട്ടയുടെ മഞ്ഞ ഓരോന്നായി ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യണം. ഇത് ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് മിക്സ് ആയി കിട്ടില്ല. അതുകൊണ്ടാണ് ഓരോന്നായി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് നന്നായിട്ട് പൊടികളൊന്നും കാണാത്ത രീതിയിൽ സ്പാറ്റില വെച്ച് മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ആയി പോകരുത്. ജസ്റ്റ് ഒന്ന് പൊടിയൊന്നും കാണാത്ത രീതിയിൽ ജെന്റിലായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഓവർ മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിലെ എയർ ബബിൾസ് ഒക്കെ പൊട്ടിപ്പോകും. ഇനി മറ്റൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 3 ടേബിൾ സ്പൂൺ തന്നെ പാലും ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അരിച്ചു ചേർക്കാം. ഇതൊരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മിക്സിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഈ മിക്സ് തിരിച്ച് ബാറ്റർ ഇരിക്കുന്ന വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് സ്പാറ്റില വെച്ച് യോജിപ്പിച്ചെടുക്കണം. ഇത് ചെയ്യുമ്പോഴും വളരെ ജെന്റിലായിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബേക്കിംഗ് പാനിലേക്ക് മാറ്റാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചിൻ്റെ പാനാണ്.
ഇത് ഞാൻ നേരത്തെ തന്നെ ഓയിലൊക്കെ തൂത്ത് ബട്ടർ പേപ്പർ വിരിച്ച് റെഡിയാക്കി വെച്ചിരുന്നതാണ്. ഇതിൽ വലിയ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടി ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. 2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ബേക്ക് ചെയ്യാനായി മാറ്റാം. 170 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റാണ് ബേക്കിംഗ് ടൈം. ഓരോ ഓവൻ അനുസരിച്ച് സമയത്തിൽ ചെറിയ വ്യത്യാസം വരാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. നല്ല സോഫ്റ്റും സ്പോഞ്ചിയുമാണ്. നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.